അങ്ങനെ കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പതിവ് പോലെ സലീം തന്നെയാണ് വില്ലൻ. അതായത് മുസ്ലിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത്. ഒരു പ്രൊപ്പഗണ്ട സിനിമ. അപ്പോൾ ട്രെയിലറിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 25 വർഷത്തിന് ശേഷം ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകുമെന്നും ശരിയ നിയമത്തിലെത്തുമെന്നാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഈ കഥയിലെ ഒരു കഥാപാത്രം ഒരു പെൺകുട്ടിയെ പർദ്ദ ഇട്ടുകൊണ്ട് കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഹിന്ദു സ്ത്രീയെ മതം മാറ്റി കൊണ്ടുവന്നതാകാം. അങ്ങനെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവൻ്റെ കോളറിൽ പിടിക്കുന്നു. അങ്ങനെയൊക്കെ ഈ ട്രെയിലറിൽ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ആ ഒരു മുസ്ലിം കഥാപാത്രം അല്ലെങ്കിൽ വില്ലനായ മുസ്ലിം ക്യാരക്ടർ സലീമാവാം ഈ പെൺകുട്ടിയുടെ മതം മാറാൻ പറയുന്നു, ഇസ്ലാം നല്ലതാണെന്ന് പറയുന്നു. അങ്ങനെ ഇങ്ങനെ കുറേ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ചില പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവരോട് നമ്മുടെ മതം, അതായത് ഹിന്ദു മതം ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല, അങ്ങനെയല്ല, സലീം പാവമാണ്, സലീം നല്ല മനുഷ്യനാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ സിനിമയിലെ പെൺകുട്ടി കഥാപാത്രം. ശേഷം വിവാഹം കഴിക്കുന്നു. അതിനകത്തൊരു മുല്ല പറയുന്നുണ്ട്, ഹമാരാ കാം ഹേ ഹിന്ദു ലടുക്കിക്കോ അപ്പന ബനാതെങ്ക, അതായത് ഹിന്ദു പെൺകുട്ടികളെ നമ്മുടെ ആക്കണം. അങ്ങനെ പല സീനുകളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ബീഫ് കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിർബന്ധിച്ച് ബീഫൊക്കെ കുത്തി കയറ്റുന്നുണ്ട്. അങ്ങനെ പല പല സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നത് മധ്യപ്രദേശത്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ കഥാപശ്ചാത്തലമാണോ എന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദുക്കളെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്ന് ഈ പെണ്ണിൻ്റെ അപ്പനാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കഥാപാത്രം വന്നിട്ട് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെയാണ് ഈ ട്രെയിലറിലുള്ളത്. മൊത്തത്തിൽ ഒരു ഇസ്ലാം വിരോധം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. മുസ്ലിം വിരോധം. പിന്നെ കേരളത്തിനെതിരെ. അതായത് ആദ്യം കേരള സ്റ്റോറി ഫസ്റ്റ് ഇറങ്ങിയിരുന്നു. അതായത് ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ്. മലയാളികളെ അധിക്ഷേപിക്കാനും അല്ലെങ്കിൽ കേരളത്തെ താറടിക്കാനും ഒക്കെ ഉള്ളൊരു പ്രൊപ്പഗണ്ട സിനിമയാണിത്. കേരളത്തിൽ ഇസ്ലാം തീവ്രവാദം പൂർണ്ണമായി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തീവ്രവാദമുണ്ട്, റാഡിക്കലായുള്ള ആൾക്കാരുമുണ്ട്. ഇവിടെയും പ്രൊപ്പഗണ്ട സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് കുറേ ഓവറാണ്. കേരളത്തെ അങ്ങേറ്റം അപമാനിക്കുന്ന തരം സിനിമയാണ് ഈ കേരള സ്റ്റോറി ഫസ്റ്റ് സെക്കൻഡൊക്കെ. അതായത് ഈ കേരള സ്റ്റോറി ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ കേരള സ്റ്റോറി ഫസ്റ്റ് കണ്ടിട്ട് പലരും വിചാരിച്ചിരിക്കുന്നത് കേരള സ്റ്റോറിയിലെ ആ കഥ തന്നെയാണ് കേരളം. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കണ്ടെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേരള സ്റ്റോറി പോലെയാണ് യഥാർത്ഥത്തിൽ കേരളമെന്ന്. അതിൽ തന്നെ ഞാൻ ഈ പുറത്ത് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന സുഹൃത്തുക്കളുണ്ട്. ഇവർ ഈ പടം കണ്ടിട്ട് എന്നെ വിളിച്ചു ചോദിക്കുക, കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണോ? ഞാൻ പറഞ്ഞ ഇങ്ങനെയൊന്നും അല്ല, പടമല്ലേ, സിനിമയല്ലേ. ഓരോന്നെ പറഞ്ഞു എന്തൊക്കെ വൃത്തിയായിട്ടാണ് പടത്തിൽ ഉള്ളതെന്ന്. മാത്രമല്ല പ്രൊപ്പഗണ്ടയൊക്കെ പോട്ടെ, ഈ കേരള സ്റ്റോറി അതിനകത്ത് ഈ കേരള പെൺകുട്ടി എപ്പോഴും മുല്ലപ്പൂ ചൂടി നടക്കുന്നു, എപ്പോഴും ട്യൂഷന് ആഹാരം കഴിക്കുന്നു. പിന്നെ ഡബ്ബിങ്ങും വളരെ മോശം. ഇപ്പം തന്നെ കേരള സ്റ്റോറി 2-ൻ്റെ പ്രൊഡ്യൂസർ ഒരു വിപുൽ അമൃതലാൽ ഷായാണ്. ഇതിൻ്റെ ഡയറക്ഷൻ കാമാക്കിയ നാരായണ സിംഗ്. പിന്നെ വേറെയും പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ആഷിനേഷ, രവിചന്ദ് നല്ലപ്പ, കർണാടകയാന്ന് തോന്നുന്നു ഈ നല്ലപ്പ എന്നൊക്കെ കേട്ടിട്ട്. പിന്നെ എഴുതിയിരിക്കുന്നത് അമർനാഥ് ജ, വിപുൽ അമൃതലാൽ ഷാ, ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം മൊത്തം എഴുതിയിരിക്കുന്നത് വടക്കേ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പം അവരുടെ ഒരു പ്രോസ്പെക്റ്റീവ്സിലായിരിക്കും ഈ പടം എഴുതുന്നത്. ചിലപ്പോൾ ChatGPTയും ഗൂഗിളൊക്കെ നോക്കി അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളൊക്കെ നോക്കിയായിരിക്കും ഇവർ ഈ സിനിമയൊക്കെ പടച്ചു വിടുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ ഇടുന്നത്. അത് നമുക്ക് കേരള സ്റ്റോറി ഫസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കേരള സ്റ്റോറി ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്തത് സുദീപ്തോ സെൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. എല്ലാ പടവും പൊട്ടി പാളീസായി ഈ ഒരു പടം എടുത്തു. പടം ഓൾ ഇന്ത്യ ഹിറ്റ്. സത്യം പറഞ്ഞാൽ കേരള സ്റ്റോറി കേരളത്തിന് പുറത്ത് വലിയ ഹിറ്റ് അടിച്ചൊരു പടമാണ്. എല്ലാ സഭകളും ഇട്ട് കാണിക്കുന്നു. ഇവൻ കേരളത്തിൽ പോലും ഈ ഒരു പടം പ്രദർശിപ്പിച്ചു. 15 കോടി മുടക്കി 304 കോടിയാണ് ഈ പടം വാരിയത്. അതായത് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം തീവ്രവാദം ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഈ പടത്തിൽ മൊത്തം അസംബന്ധമാണ്. അതായത് 2023 ഇറങ്ങുന്നു കേരള സ്റ്റോറി. 2023 ഇറങ്ങുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുദീപ്ത സെന്നാണ്. വിപുൽ അമൃതലാൽ ഷായാണ് കേരള സ്റ്റോറി 2 ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്യാരക്ടേഴ്സും വടക്കേ ഇന്ത്യക്കാർ തന്നെ. ആദാ ശർമ്മ, സിദ്ധി ഇദാനി, യോഗിത ബിഹാനി, സോണിയ ബിലാനി. സ്റ്റോറി ഫസ്റ്റിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാത്തിമ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അഫ്ഗാൻ ബോർഡറിൽ നിന്ന് ലഭിക്കുന്നു. ആ സമയത്ത് അവളുടെ പേര് ശാലിനി ഉണ്ണികൃഷ്ണനാണെന്ന് പറയുന്നു. കേരളത്തിൽ നിന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് എത്തിയതാണെന്ന് പറയുന്നു.
അവർ അമ്മയുടെ കൂടെ നന്നായിട്ട് ജീവിച്ചാന്ന് പറയുന്നു. അവരൊരു ഹിന്ദു ആണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് അമ്മയുടെയും വല്യമ്മയുടെയും കൂടെ നല്ല രീതിയിൽ ജീവിക്കുന്നു, നേഴ്സിംഗ് പഠിക്കുന്നു. അവർ 3 ഫ്രണ്ട്സിനെ കാണുന്നു. അതായത് കാസർഗോഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൽ തന്നെ ഉസാമ ബിൻ ലാദൻ്റെയും അല്ലെങ്കിൽ പിന്നെ മലാക്കും മേമൻ്റെയൊക്കെ ഒരു ഫ്ലെക്സ് കാണിക്കുന്നുണ്ട് ആ സിനിമയുടെ. പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ സത്യമാണ്. കാര്യം ഈ യാക്കൂബ് മേമനെ പോലുള്ള തീവ്രവാദികൾക്ക് വേണ്ടി ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അല്ലെങ്കിൽ സദാം ഹുസൈന് വേണ്ടി വലിയ റാലിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ അത് പോട്ടെ. അത് നിമ മാത്യൂസിനെ കാണുന്നു. നിമ മാത്യൂസ് ക്രിസ്ത്യാനിയാണ്, ഗീതാഞ്ജലി ഹിന്ദുവാണ്. അവരുടെ മുറിയിലുള്ള മറ്റൊരു വ്യക്തിയാണ് ആസിഫ, ഒരു മുസ്ലിം ക്യാരക്ടറാണ്. ഇവർ 3 പേരും കൂട്ടുകൂടുന്നു. പിന്നെ അറിയാമല്ലോ, വില്ലത്തി ഒരു മുസ്ലിം ക്യാരക്ടർ ആസിഫ തന്നെയായിരിക്കും. ആസിഫ് ഇവരെ അങ്ങ് മതം മാറ്റാനുള്ള ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ആസിഫ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, മതം മാറ്റുന്നു, കയറ്റിവിടുന്നു. അങ്ങനെയൊക്കെയാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട്, ഫസ്റ്റിൻ്റെ പ്ലോട്ട്. ഡബിങ്ങോ മോശം. അതായത് ഈ പടത്തിൽ മലയാളി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മലയാളി എഴുത്തുകാരെയോ മലയാളി നടന്മാരെയോ ഒന്നും പരിഗണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവരെ ഒരിക്കൽ പോലും കേരളത്തിൽ വന്നിട്ട് പോലുമില്ല ഈ പടം എഴുതുന്നവർ. അവർ നോർത്ത് ഇന്ത്യ ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഫോൺ എടുത്ത് ഫോണിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കേരള എന്നങ്ങ് സെർച്ച് ചെയ്യും. എന്നിട്ട് കേരളത്തിലെ കുറേ ഫോട്ടോസ്, ഗൂഗിളിൽ നിന്ന് കുറേ ഫോട്ടോസ്, ഇമേജസ് ക്ലിക്ക് ചെയ്തിട്ട് കുറേ ഇമേജ് എടുക്കും. അതിനുശേഷം ChatGPT-യോടോ അല്ലെങ്കിൽ വേറെ എന്തിനോടെയൊക്കെ അല്ലെങ്കിൽ വല്ല അവിടെയുള്ള കേരളം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരോട് അഭിപ്രായം തേടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങനെയാണ് ഈ കേരള സ്റ്റോറി ഫാസ്റ്റൊക്കെ പടച്ചു വിട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കേരള സ്റ്റോറിക്ക് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ 28 സംസ്ഥാനങ്ങളുണ്ട്, 6 യൂണിയൻ ടെറിട്ടറികളുണ്ട്. പക്ഷേ പ്രൊപ്പഗണ്ട സിനിമകൾ വരുന്ന കേരളത്തിനെതിരെയാണ്. കാര്യം ഇവിടെയുള്ള ഒരു സോഷ്യൽ മീഡിയ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ഇപ്പം തമിഴ്നാടിനെതിരെ ഒരു പടം ഇറക്കിക്ക്, ആ പടം പിന്നെ കാണില്ല. അല്ലെ ആന്ധ്രക്കെതിരെ, കർണാടകയ്ക്കെതിരെ പടം ഇറക്കില്ല. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കാശ്മീരിനെതിരെ പോലും ഇത്രയും പടങ്ങൾ വരില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെററിസം ഉള്ളൊരു സംസ്ഥാനമാണ് കാശ്മീർ. കാശ്മീരിനെതിരെ പോലും ഇതേപോലെ പടങ്ങൾ വരില്ല. കേരളത്തിനെതിരെ മാത്രമേ ഇങ്ങനത്തെ പടങ്ങൾ വരുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള MP-മാർക്കോ MLA-മാർക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാർക്ക് വലിയ കഴിവില്ല. ജയിച്ചു പോകുന്നവർക്കും കഴിവില്ല. ഈ ജയിച്ചു പോകുന്ന MP-മാർക്കാണ് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല. അങ്ങനെയുള്ളവർ ചെല്ലുമ്പോൾ എന്തും പടച്ചു വിടാമല്ലോ. ദ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ പടം ഇറങ്ങി, കേസ് വന്നില്ലേ, പേര് മാറ്റണ വന്നില്ലേ. അതേപോലെ ഹാൽ എന്ന് പറഞ്ഞ സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗമുണ്ട്, കട്ട് ചെയ്യേണ്ട വന്നില്ലേ. അതായത് കേരളം അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് മാറേണ്ടോ. അല്ലെങ്കിൽ അതായത് ഈ സിനിമ ബാൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നടപടി കേരള ഗവൺമെൻറ് സ്വീകരിക്കണം.